വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ഡാൻഡ്രഫ്. പക്ഷെ ഡാൻഡ്രഫ് വരാനുള്ള റീസൺസ് കോമൺ അല്ല. പലരുടെ ശരീരത്തിലും പല കാരണങ്ങൾ കൊണ്ടാണ് ഡാൻഡ്രഫ് വരുന്നത്. ഡാൻഡ്രഫിൽ മെയിൻലി വരുന്ന പ്രശ്നം ഫംഗസിന്റെ ഓവർഗ്രോത്ത് ആണ്. മെലാസിസ് എന്ന് പറഞ്ഞ ഫംഗസിന്റെ ഗ്രോത്ത് കാരണമാണ് ഡാൻഡ്രഫ് വരുന്നത്. സോ നിങ്ങളുടെ ഹെയർ എപ്പോഴും ഓയിലി ആണ്, എപ്പോഴും വെറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് കോൾഡ് വെതർ പറ്റുന്നില്ല, നിങ്ങളുടെ ഹെയറിന് അത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഡാൻഡ്രഫ് വരാം. സോറിയാസിസ് ഉള്ള പേഷ്യൻസിന് ഡാൻഡ്രഫ് കാണാറുണ്ട്. ഇനി ഇൻഫ്രീക്വൻ്റ് ആയിട്ട് ഷാമ്പു യൂസ് ചെയ്യുന്നവരാണ്, വീക്കിലി ട്വൈസ് ആണ് ഷാമ്പു യൂസ് ചെയ്യേണ്ടത് ഒരു മിനിമം. പക്ഷെ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൻഡ്രഫ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങൾ ഹെയർ പ്രോപ്പർലി വാഷ് ചെയ്ത് ഡ്രൈ ആയിട്ടല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഡാൻഡ്രഫ് വരാൻ ചാൻസ് കൂടുതലാണ്. ചിലരുടെ സ്കാൽപ്പ് പൊതുവെ ഡ്രൈ ആയിരിക്കും. സോ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ളവർക്ക് കുറച്ചും കൂടെ ഡാൻഡ്രഫ് വരാനുള്ള ചാൻസസ് ഹയർ ആണ്. ഇനി നിങ്ങൾ ഡീഹൈഡ്രേഷൻ ഫേസ് ചെയ്യുന്നവരാണ്, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല, ബോഡി ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഒരുപക്ഷെ ഡാൻഡ്രഫ് വരാം. പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് നിങ്ങൾ സ്ഥിരമായിട്ട് താമസിക്കുന്നത്, ഹെയറിൽ എപ്പോഴും പൊടി അല്ലെങ്കിൽ അഴുക്കൊക്കെ പറ്റി പിടിക്കാറുണ്ടെങ്കിൽ അതും ഒരു റീസൺ ആണ് ഡാൻഡ്രഫ് വരാനുള്ളത്.